ഇപ്പോൾ ഇന്ത്യ മൊത്തം കത്തി നിൽക്കുന്ന വിഷയം കേരള സ്റ്റോറിയും ബീഫ് ഇഷ്യൂ ആണല്ലേ. അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ബീഫ് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനിവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത്, ഞങ്ങൾ അരുണാചൽ പ്രദേശിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു ആസാമീസ് നെയ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു, ബീഫ് കഴിക്കരുത്, ബീഫ് കഴിക്കുന്നത് നല്ലതല്ല, കുട്ടികൾക്ക് കൊടുക്കരുത്. ഞങ്ങളൊന്നും 5 വയസ്സാവുന്നത് വരെ കുട്ടികൾക്ക് ചിക്കനോ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒന്നും കൊടുക്കില്ല, എരിവ് കൊടുക്കില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ എന്ത് കഴിക്കുന്നോ ഞങ്ങളത് കൊടുക്കും. പക്ഷേ അവർക്ക് നമ്മുടെ ഹെൽത്ത് അല്ലായിരുന്നു അവരുടെ കൺസേൺ. അവരുടെ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ബീഫ് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ നോൺ വെജ്, അവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളോട് പറയാണ് അവരുടെ അവിടെയുള്ള മുസ്ലിംസ് ഒന്നും അവരുടെ ഭാര്യമാർക്കൊന്നും ബീഫ് കൊടുക്കില്ല. എന്താ അത്രയെന്ന് അറിയുക കാരണം, ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ സെക്ഷൽ ഫീലിങ്സ് കൂടും അത്രേ. അതുകൊണ്ട് മുസ്ലിം ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബീഫ് കൊടുക്കില്ല എന്ന്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയായിപ്പോയി. സത്യം പറഞ്ഞാൽ നമുക്കറിയാം അവർ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ഒരു നുണ ഉണ്ടാക്കി പറയുന്നതാണ് അതെന്ന്. അപ്പോൾ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ. നോർത്ത് ഇന്ത്യൻസിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളുകൾക്ക് മറ്റു മതസ്ഥർ ബീഫ് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു അസഹിഷ്ണുത ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വേറെ ഒരാളോടും പോയിട്ട് നിങ്ങൾ ബീഫ് കഴിക്കരുത്, പോർക്ക് കഴിക്കരുത്, അല്ലെങ്കിൽ അത് മോശമാണ് ഇത് മോശമാണ് എന്നുള്ളത് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം, അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണല്ലേ. അപ്പോൾ നമുക്കത് ആരോടും പറയാനുള്ള അവകാശമില്ല. ഒന്നാമത്തെ കാര്യം, ഇഷ്ടമുള്ളത് ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിൽ ഇന്നുണ്ട്. അത് പോർക്കാണെങ്കിലും ബീഫാണെങ്കിലും എല്ലാം. അപ്പോൾ അതാ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. കപ്പ ബിരിയാണി എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ആദ്യം തന്നെ എല്ലോട് കൂടിയ ബീഫിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 1 സബോളയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, പാകത്തിന് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ കപ്പ വേവിക്കണം. ഉപ്പിട്ടിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഉണ്ടായിരുന്നല്ലോ, അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കപ്പ മിക്സ് ചെയ്യുമ്പോൾ പാകത്തിന് ഗരം മസാലയും ഇറച്ചി മസാലയും ചേർക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ വറുത്തിടണം. പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും അരിയും പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില, ഉള്ളി എന്നിവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തിട്ട് കപ്പ ബിരിയാണിയിലേക്ക് ഇടുക. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. സോ ഡിയർ പാൻ ബരാഗുളിസ്, യേ ഹേ ഹം ലോഗ് കാ കേരള സ്റ്റോറി.